മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ ആരും രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട പ്രിയപ്പെട്ടവരെ. മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹം എന്താണെന്നറിയാൻ ഇന്ത്യ ഗേറ്റ് ഉണ്ട്. ആ ഇന്ത്യ ഗേറ്റിന്റെ ഓരോ ചുമരുകളിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായി കൊല്ലപ്പെട്ട നൂറുകണക്കിന് രക്തസാക്ഷികളുടെ പേരുണ്ട്. ആ രക്തസാക്ഷികളുടെ പേരിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് മതക്കാരുടെ പേരാണെന്ന് ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ പോയി വായിക്കാൻ അറിയുമെങ്കിൽ ഒരു തവണ വായിച്ചാൽ മതി. മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹം അളക്കാൻ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷം. എന്നിട്ടും ഇന്ത്യ ഗേറ്റിൽ എഴുതപ്പെട്ട രക്തസാക്ഷികളുടെ പേരിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം നാമങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ രാജ്യസ്നേഹം അടക്കാൻ നിങ്ങൾ ആരും വരണ്ട. നോക്കൂ, നിങ്ങൾ ആരാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജി നമുക്കറിയാം. വാര്യൻ കുന്നത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണ് മറച്ചുകൊണ്ട് പിൻഭാഗത്ത് വെടിവെക്കാൻ ബ്രിട്ടീഷുകാര് തയ്യാറായപ്പോ എന്റെ പിൻഭാഗത്ത് നിങ്ങൾ വെടിവെക്കണ്ട എന്ന് പറഞ്ഞ് എന്റെ നെഞ്ചിലേക്ക് വെടിവെക്ക് എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ധീരമായി പോരാടി മരിച്ചുപോയ ആളാണ് ആര്? ധീരമായി പോരാടി മരിച്ചുപോയ ആളാണ് വാര്യൻ കുന്നത്ത്. അതേപോലെ ഒരിക്കലും മാപ്പെഴുതി ബ്രിട്ടീഷുകാർക്ക് നിരന്തരമായി മാപ്പെഴുതി നിങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ആഗ്രഹങ്ങൾക്കും ഇന്ത്യയുടെ ആശയങ്ങൾക്കുമെതിരെ ബ്രിട്ടീഷിന് അനുകൂലമായി ഒപ്പെഴുതിയിട്ടല്ല മുസ്ലിം നേതാക്കന്മാർ ഇവിടെ മരിച്ചുപോയത്. ഇന്ന് ചില ആളുകൾ സ്വാതന്ത്ര്യ സമര സേനാനിയായി കൊട്ടിഘോഷിക്കപ്പെടുന്ന ചില ആളുകളുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം. അതോടൊപ്പം മഹാനായ ടിപ്പു സുൽത്താന്റെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം. ടിപ്പു സുൽത്താനെ ചില ആളുകൾക്ക് ഇന്ന് പറ്റുന്നില്ല. ടിപ്പു സുൽത്താനെ ചില ആളുകൾക്ക് ഇന്ന് ദഹിക്കുന്നില്ല. എങ്ങനെ ദഹിക്കും? ബ്രിട്ടീഷുകാരിട്ട ഒരു നാമം പോലും വായിക്കാനോ ആ നാമങ്ങളോട് ഐക്യമില്ലാത്ത സർക്കാർ. ബ്രിട്ടീഷുകാരിട്ട ഒരു നാമം പോലും ഒരു ഗ്രൗണ്ട് ആയാലും പട്ടണമായാലും റെയിൽവേ സ്റ്റേഷൻ ആയാലും എയർപോർട്ട് ആയാലും ഏത് പട്ടണങ്ങളായാലും ബ്രിട്ടീഷുകാര് നാമകരണം ചെയ്ത ഒരു നാമം പോലും മാറ്റാൻ താല്പര്യമില്ലാത്തവർ മുസ്ലിം രാജാക്കന്മാരിട്ട നാമങ്ങളോട് മാത്രമാണ് അവർക്ക് ഐക്യമുള്ളത്. റെയിൽവേ സ്റ്റേഷനായാലും പട്ടണങ്ങളായാലും യുപിയിലൊക്കെ എത്രയെത്ര പട്ടണങ്ങളുടെ നാമമാണ് മാറ്റുന്നത്? എല്ലാം മുസ്ലിം രാജാക്കന്മാരിട്ട നാമങ്ങള്. എന്നാൽ ബ്രിട്ടീഷുകാരിട്ട പേരുകൾ എന്തേ അവർ മാറ്റാത്തത്? കാരണം അവർക്ക് പണ്ടും ഇന്നും ബ്രിട്ടീഷുകാരുടെ ഐക്യമില്ല. ഇന്നവർക്ക് ബ്രിട്ടീഷുകാർ പ്രശ്നമില്ല, അന്ന് അവർക്ക് ബ്രിട്ടീഷുകാർ പ്രശ്നമില്ല. കാരണം ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിന് കൂടെ നിന്നവരാണ്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഈ പറയപ്പെട്ട ഫാസിസ്റ്റുകളിൽ നിന്ന് എടുത്തു കാണിക്കാൻ പറ്റുമോ എന്ന് ഞാനല്ല ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ്, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ